വിശുദ്ധമായ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വലിയൊരു അമലാണ് ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതുക എന്നുള്ളത്. ഇന്ന് മൗലിദിന്റെ സദസ്സുകളൊക്കെ സജീവമായിരിക്കും. നമ്മളെ മദർസകളിൽ, പള്ളികളിലൊക്കെ വളരെ സജീവമാണ്. അതിലൊക്കെ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ പങ്കെടുക്കണം. കാരണം ഹബീബിനെ പറ്റി മദ്ഹ് പാടാനും പറയാനും ഒരു അവസരം കിട്ടാന്നുണ്ട് വലിയ ഒരു തൗഫീഖാണ്. അതെല്ലാവരും അല്ലാഹു തആല അതിനു വേണ്ടി തെരഞ്ഞെടുക്കൂല. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ നമുക്കറിയാലോ, ആ മഹാനവറുകൾ ഹബീബിനെ പറ്റി മദ്ഹ് പാടിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് ദ്വാരന്ന് കൊടുത്തു. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഹബീബിനെ പറ്റി പാടിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമായി, വലിയ സന്തോഷമായി. ഹബീബായ നബി തങ്ങൾ ദ്വാരന്ന് കൊടുത്തു. റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പാടിയപ്പോ പറഞ്ഞപ്പോ ഹബീബിന് വലിയ ഇഷ്ടമായി, വലിയ സന്തോഷമായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ വലിയ മഹാനവറുകളാ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഉഹുദ് മലയോളം സ്വർണ്ണം ഉണ്ടെങ്കിൽ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഴുവനും ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതാൻ വേണ്ടി ഞാനത് മുഴുവനും ചെലവഴിക്കുമായിരുന്നു. നമ്മളെ വീടുകളിൽ ഒക്കെ സജീവമായി കൊണ്ട് മൗലിദ് പാരായണം ചെയ്യണം. അങ്കുസ് മൗലിദ് പാരായണം ചെയ്യുന്ന വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു. വലിയ സന്തോഷവും റാഹത്തും സന്തോഷവും ഒക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇന്നതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഫത്ത്, ബലാ, മുസീബത്തുകൾ നമ്മൾ തേടി വന്നു. അതുകൊണ്ട് പാരമ്പര്യമായ ഇത്തരം നന്മകളൊക്കെ നമ്മളെ വീടുകളിൽ സജീവമാക്കണം.